മതത്തിൽ ഉള്ള കാര്യത്തിൽ തന്നെ മതം നിഷ്കർഷിക്കാത്ത ചില സവിശേഷതകൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുക. അപ്പോൾ ആ പരിഗണനയിൽ അത് ബിദ്അത്തായി മാറും. ഉദാഹരണമായി മതത്തിൽ ഉള്ള ഒരു ദിക്ർ, ആ ദിക്റിന് നമ്മുടെ വക പ്രത്യേകമായ സമയം വെക്കുക, പ്രത്യേകമായ എണ്ണം വെക്കുക, പ്രത്യേകമായ പ്രതിഫലം ഓഫർ ചെയ്യുക, അപ്പോൾ അത് ബിദ്അത്തായി മാറും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ തെളിവുള്ള പ്രമാണമുള്ള ശരിയായ ദിക്റുകളാണ്. എന്നാൽ രാവിലെ 10 മണിക്ക് എന്നും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലൽ സുന്നത്താണ് എന്നൊരാൾ പറഞ്ഞാൽ അത് ബിദ്അത്തായി മാറും. അപ്പോൾ സുബ്ഹാനല്ലാഹ് ബിദ്അത്താണോ? അല്ല. പക്ഷേ ഈ നിലക്കുള്ള സുബ്ഹാനല്ലാഹയോ അത് ബിദ്അത്തായി മാറുന്നു. ഉള്ളതായിരിക്കാം, ബേസിക്കലായി അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിലേക്ക് ഒരു പ്രത്യേകമായ എണ്ണം വെച്ചു, ആ എണ്ണം ചൊല്ലിയാൽ ഇത്ര കൂലി കിട്ടും, അല്ലെങ്കിൽ ഈ സമയത്ത് ചൊല്ലിയാൽ ഇത്ര കൂലി കിട്ടും, ഈ സ്ഥലത്ത് ചൊല്ലിയാൽ ഇത്ര കൂലി കിട്ടും. നമ്മുടെ നാട്ടിലേക്ക് കാണാൻ ചിലപ്പോൾ തിങ്കളാഴ്ച രാവിലെ ചൊല്ലേണ്ടത്, വെള്ളിയാഴ്ച രാവിലെ ചൊല്ലേണ്ടത്, റജബ് 1 ചൊല്ലേണ്ടത്, റജബ് 27 ചൊല്ലേണ്ടത്, ഷഅബാൻ 15 ബറാഅത്ത് രാവിലെ ചൊല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പ്രത്യേകമായ ദിക്റുകൾ ആളുകൾ പരിചയപ്പെടുത്തും. ആ ദിക്ർ പക്ഷേ ഹദീസിൽ ഉള്ളതായിരിക്കാം, പക്ഷേ ഈ ദിവസം, ഈ സമയം, ഈ എണ്ണം അത് ചൊല്ലാൻ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ അത് ആപേക്ഷികമായ ബിദ്അത്തായി മാറും.